തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ ഇനി പലതരത്തിലുള്ള മോഹന വാഗ്ദാനങ്ങളുമായി എല്ലാ പാർട്ടിക്കാരും തങ്ങളടുത്തു വരുമെന്ന ഈ നാട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് മുൻകൂറായി അവർ ഇത്തരത്തിലൊരു ബോർഡ് വെച്ചത്. വോട്ട് ചോദിച്ച ഒരാളും ഈ വഴിക്ക് വരണ്ട, ഞങ്ങൾ വോട്ട് തരില്ല. കാരണം നാളുകളായുള്ള അവരുടെ ആവശ്യം അത് നിറവേറ്റാൻ ഇതുവരെ ജനപ്രതിനിധികൾക്ക് സാധിച്ചിട്ടില്ല. ജനങ്ങളുടെ പ്രാഥമികമായ ആവശ്യമാണ് ഗതാഗത യോഗ്യമായ ഒരു റോഡ്. നാളുകളായി ഈ ആവശ്യം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടി എടുക്കാത്ത പശ്ചാത്തലത്തിലാണ് നാട്ടുകാർ ഇങ്ങനെയൊരു ബോർഡ് വെക്കേണ്ടി വന്നത്. പാനൂർ പുത്തൂർ റോഡിൽ നിന്ന് ബൈപ്പാസ് ഭാഗത്താണ് വോട്ട് ചോദിച്ച് ഇതുവഴി ആരും വരണ്ട എന്ന ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. എല്ലാ കൊല്ലവും ഇതിൻ്റെ വർക്ക് അങ്ങനെ റിപ്പയർ ചെയ്യലാന്ന് തോന്നുന്നു. പക്ഷേ എവിടെ ഒരു ഉപകാരത്തിലെത്തുന്നില്ല. ഒന്നൊരു ശാസ്ത്രീയമായ ഒരു രീതിയിലൊന്നുമില്ല ഇതിൻ്റെ പണി നടക്കുന്നത്. മഴവെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു പ്രദേശമാണ്. കുത്തി ഒലിച്ച് വരുന്ന വെള്ളം ഈ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിനൊന്നും വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനമൊന്നും ഈ നിർമ്മാണത്തിൽ കാണുന്നില്ല. വളരെ പ്രധാനപ്പെട്ട റോഡുകളാണ്. കിഴക്കൻ മേഖലയിൽ വരുന്ന എല്ലാ വാഹനങ്ങളും 40-50 ബസ്സുകൾ, നൂറുകണക്കിന് സർവീസ് ട്രിപ്പുകളിൽ പോകുന്നുണ്ട്. അതും ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. പക്ഷേ മഴക്കാലമായാലും വലിയ ദുരന്തം എന്ന് പറഞ്ഞാൽ അനുഭവം എന്ന് പറഞ്ഞാൽ കാൽനട യാത്രക്കാർക്ക് പോലും നടന്നു പോകാൻ കഴിയാത്തൊരു അവസ്ഥയാണുള്ളത്. ഇത്രയും വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ആ റോഡിൻ്റെ ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് അധികൃതരുടെ കടമയാണ്. പുത്തൂർ ഭാഗത്തു നിന്ന് പാനൂരിലേക്ക് വരുന്ന ബസ്സുകൾ KPA റഹീം മാസ്റ്റർ ബൈപ്പാസ് റോഡിലൂടെയാണ് ബസ് സ്റ്റാൻഡിലെത്തുക. ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ദുരിതത്തിലാണ്. പാനൂർ ടൗണിലെ ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാനാണ് ഈ ബൈപ്പാസ് റോഡ്. റോഡിന്റെ ചില ഭാഗങ്ങൾ പലപ്പോഴും തകർന്ന നിലയിലായിരിക്കും. ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഭാഗം നേരത്തെ കട്ട പതിച്ചിരുന്നു. മഴ കനത്തതോടെ ബാക്കി ഭാഗം തകർന്നു. കാലങ്ങൾ കുറേയായി നമ്മൾ പല രീതിയിലും പ്രതികരിച്ചിട്ട് അധികൃതരുടെ അനാസ്ഥ കാരണം ഇതുവരെ നടന്നില്ല. അത് മാത്രമല്ല വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ എല്ലാം കൊണ്ടും സ്കൂൾ കുട്ടികളായിക്കോട്ടെ, സ്കൂൾ വണ്ടികളായിക്കോട്ടെ. ഇപ്പോൾ നമ്മുടെ ജംഗ്ഷനിൽ ഭയങ്കരമായ ട്രാഫിക് ബ്ലോക്കാണ്. ഈ റോഡ് ക്ലിയർ ആണെങ്കിൽ ക്ലിയറായിട്ട് നമുക്ക് പിന്നെ ബ്ലോക്കില്ലാതെ വളരെ നല്ല രീതിയിൽ വാഹനങ്ങൾ കൊണ്ടുപോകാം. കഴിഞ്ഞ ദിവസം ചില ഭാഗത്ത് വീണ്ടും കട്ടകൾ പതിച്ചു. എന്നാൽ പതിക്കാൻ ബാക്കിയുള്ള ഭാഗം ഇപ്പോഴും തകർന്ന നിലയിലാണ്.